എല്ലാ കൂട്ടുകാർക്കും സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി കെമിസ്ട്രിയിലേക്ക് ഹാർദവമായ സ്വാഗതം. വെൽക്കം ടു ദി സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി കെമിസ്ട്രി. ആദ്യത്തെ യൂണിറ്റ് 1 സോളിഡ് സ്റ്റേറ്റ്. നമുക്ക് 16 യൂണിറ്റ് ആണ് ഉണ്ടാവുക. കഴിഞ്ഞെല്ലാം 14 യൂണിറ്റ് ആയിരുന്നു നിങ്ങൾക്കറിയാം. ഇപ്രാവശ്യം നമുക്ക് 16 യൂണിറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ 16 യൂണിറ്റിലെ ആദ്യത്തെ വോള്യം 9 യൂണിറ്റ് അടങ്ങിയതാണ്. പിന്നെ ബാക്കിയുള്ള 7 യൂണിറ്റ് ആണ് അടുത്ത വോള്യത്തിൽ വരുന്നത്. അപ്പോൾ 16 യൂണിറ്റ് ആണ്, അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ വളരെ വൃത്തിയായിട്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ളത്. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കൊട്ടേഷൻ നമ്മൾ വായിക്കണം. ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് സോളിഡ് സബ്സ്റ്റൻസസ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്, ബയോകോമ്പാറ്റബിൾ പ്ലാസ്റ്റിക്സ്, സിലിക്കൺ ചിപ്സ് എക്സെട്ര ആർ ഡിസ്റ്റൈൻഡ് ടു പ്ലേ ആൻ എവർ എക്സ്പാൻഡിങ് റോൾ ഇൻ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഓഫ് സയൻസ്. അത് സോളിഡ്സിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിച്ച ഒരു സെന്റൻസ് ആണ്. ചില എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ്, അതേപോലെ തന്നെ ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ്, സിലിക്കൺ ചിപ്സ് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഭാവി ജീവിതത്തെ, ഭാവി വികസന കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ചില വസ്തുക്കളാണ് അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ പരിചയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം സോളിഡ്സ് ആണ്, നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് വളരെ രസകരമായ സംഭവമാണ്. ഗ്യാസും ലിക്വിഡ്സുമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. പക്ഷെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം സോളിഡുകളുമാണ്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ആർ ലിവിങ് ഇൻ എ സീ ഓഫ് ഗ്യാസസ്. ഗ്യാസ് ലോസ് പറഞ്ഞപ്പോൾ നമ്മൾ വാതകങ്ങളുടെ ഒരു കടലിലാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മൾ മനുഷ്യർ എന്നുള്ള രൂപത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യര് വാതകങ്ങളുടെ ഒരു കടലിലാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലല്ലേ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും വാതകമല്ലേ, നമ്മുടെ ചുറ്റും ദ്രാവകമൊന്നുമല്ലല്ലോ. നമ്മൾ പിന്നെ കടലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലല്ലോ ജീവിക്കുന്നത്. അവര് കടലില് മത്സ്യം ജീവിക്കുന്നത് പോലെ വായുവിൽ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പറയാം. അപ്പോൾ വാതകങ്ങളുടെ ഇമ്പോർട്ടൻസ് അതാണ്. എന്നിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിൽ എത്ര വാതകങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് നമ്മൾ നടത്തിയത്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും സോളിഡ്സ് ആണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരുവിധം എല്ലാ വസ്തുക്കളും സോളിഡ്സ് ആണ്. സോളിഡ്സിന്റെ ഇമ്പോർട്ടൻസ് അത്രയുണ്ട്. ഓക്കെ, ഫോർ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് വി നീഡ് സോളിഡ്സ് വിത്ത് വൈഡ്ലി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ തരം സോളിഡ്സ് ആണ് ആവശ്യം. ഓരോ സോളിഡ്സിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന ബെഞ്ചും ഡെസ്കും നമ്മൾ റബ്ബർ കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അത് വളരെ കാഠിന്യമുള്ള വസ്തു കൊണ്ട് ഉണ്ടാക്കിയത്. ടയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ കാഠിന്യമുള്ള വസ്തു കൊണ്ടല്ല, അത് റബ്ബർ പോലത്തെ കുറച്ച് സോഫ്റ്റ് ആയ വസ്തുക്കൾ കൊണ്ടാണ്. ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എക്സാമ്പിൾ എന്തിനാണെന്ന് വെച്ചാൽ 2 വ്യത്യസ്ത ഉപയോഗങ്ങൾക്കുള്ള 2 വ്യത്യസ്ത പദാർത്ഥങ്ങൾ, സോളിഡ്സ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. So these properties depend upon the nature of the constituent particles and the force that operating between them. അല്ലേ? ഇത് ഈ വസ്തുക്കളുടെ നേച്ചറിനും ഈ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള അവയുടെ തന്മാത്രകളോ മറ്റു പദാർത്ഥങ്ങളോ എങ്ങനെയാണ് പരസ്പരം ആകർഷിച്ചിരിക്കുന്നത് എന്നുള്ളതിനെയും ബൈൻഡിങ് ഫോഴ്സസിനെയും ആശ്രയിച്ചിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി constituent particles as well as the binding nature of these particles inside these solids. So it is very important to study the structure of these solids. സോളിഡ്സിന്റെ ഘടന പഠിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഒരു പുതിയ ഒരു വസ്തു നമ്മൾ കണ്ടെത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കേണ്ടി വരും, അതിന്റെ ബൈൻഡിങ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഇങ്ങനെ പല തരത്തിലുള്ള പഠനങ്ങൾ നമ്മൾ അതിന് നടത്തേണ്ടി വരും. ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഹെൽപ്പ് ഇൻ ഡിസ്കവറിംഗ് ന്യൂ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽ സയൻസ് തന്നെ നമുക്കുണ്ട്, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പദാർത്ഥത്തെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇപ്പൊ മെറ്റീരിയൽ ഡിസൈനിങ്, നമുക്കൊരു പദാർത്ഥം ആവശ്യമുണ്ടെങ്കിൽ അതിന് യോജിച്ച രൂപത്തിൽ നമ്മൾ ആ പദാർത്ഥത്തെ ഡിസൈൻ ചെയ്തെടുക്കും. മനസ്സിലായില്ലേ? ഏത് തരം പദാർത്ഥമാണോ വേണ്ടത് ആ പദാർത്ഥം അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്നർത്ഥം. ഇപ്പൊ പ്ലാസ്റ്റിക്സ് ബയോ കോമ്പാറ്റബിൾ ആവണമെങ്കിൽ ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള തരത്തിലുള്ള പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഡിസൈൻ ചെയ്യും. കണ്ടക്ടിവിറ്റി നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ നടത്തണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ
സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അതിനെ ഡിസൈൻ ചെയ്തു. മനസ്സിലായി? അപ്പോൾ ഇതാണ് നമ്മൾ സോളിഡ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. സോ സോളിഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം നമ്മൾ ലിക്വിഡ്സ് പഠിച്ചു, ഗ്യാസസ് പഠിച്ചു. ഇതാണ് ഗ്യാസ് ലോസിൽ നമ്മൾ ഗ്യാസ് ആണ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ ലിക്വിഡ്സും അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. ഇവയെ പൊതുവെ നമ്മൾ ഫ്ലൂയിഡ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഫ്ലൂയിഡ്സ്. എന്തുകൊണ്ടായിരുന്നു ഇവയെ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാൻ കാരണം? ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണമായിട്ട് നമ്മൾ പറയുന്നത് അവയ്ക്ക് ഒഴുകാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ദ ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ. ഫ്ലോ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഫ്ലൂയിഡ് എന്നുള്ള വാക്കിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഇവയ്ക്ക് ഒഴുകാനുള്ള കഴിവുണ്ടാകുന്നത്? ദ ഫ്ലൂയിഡിറ്റി ഇൻ ദിസ് സ്റ്റേറ്റ്സ്, ദ gaseous state as well as liquid state, is due to the molecules are free to move about. It is because the molecules are free. They are mobile, somewhat mobile. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒഴുകാൻ കഴിയും. കുറച്ച് ഫ്രീ ആണ്, ഇന്ററാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒഴുകാനുള്ള സ്വഭാവമുണ്ട്. എന്നാൽ സോളിഡ്സിന്റെ കേസിൽ അങ്ങനെയല്ല. സോളിഡ്സ് ഒഴുകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വെള്ളം ഒഴുകും, അല്ലെങ്കിൽ ഒരു ഗ്യാസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്പ്രെഡ് ചെയ്യാൻ, അതിന് ഒഴുകാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ നമുക്കൊരു സോളിഡ് അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നമുക്ക് സോളിഡിന്റെ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോളിഡ് ഏത് പദാർത്ഥം കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഓഫ് ദ സോളിഡ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻസ്. അവ വെച്ചോടത്തിരിക്കും. അവയ്ക്ക് അനങ്ങാൻ, മൂവ് ചെയ്യാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പൊതുവായിട്ട് നമുക്ക് പറയാം. ദ ഹാവ് ഫിക്സ്ഡ് പൊസിഷൻസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. പക്ഷെ അവയ്ക്ക് എന്ത് ചെയ്യാം? ആ വെച്ച സ്ഥാനത്ത് ഓസിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ അവ മൂവ് ചെയ്തു പോവില്ല. ദേ ക്യാൻ ഓസിലേറ്റ് ബട്ട് കനോട്ട് മൂവ്. ദേ ക്യാൻ ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻസ്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ബെഞ്ചിന്റെ ഡെസ്കിന്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഇരിക്കാറില്ലേ? ആ കൃത്യതയിൽ നിന്ന് നമ്മൾ മാറാറില്ല. പക്ഷേ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊന്ന് അനങ്ങാറുണ്ട്. അതുപോലെയാണ് സോളിഡ് സ്റ്റേറ്റിന്റെ. ആ ഘടനയിൽ മാറ്റം വരാതെ അതാത് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏതോ അത് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒന്ന് ഇളകാമെന്നല്ലാതെ അവയ്ക്ക് മൊത്തത്തിൽ മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അതാണ് സോളിഡ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സോളിഡ്സിന് ഒരു റിജിഡിറ്റി ഉണ്ട്. എന്താ റിജിഡിറ്റി എന്ന് പറയുന്നത്? സോളിഡ്സിന് ഒരു ഉറപ്പുണ്ട്, അതിന് ഷേപ്പ് ഉണ്ട്, അതിന് മാറാൻ കഴിയില്ല. പറഞ്ഞാൽ മനസ്സിലായി? പ്രത്യേകിച്ച് സോളിഡ്സിന്റെ ഒരു കാറ്റഗറിയായ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വളരെ കൃത്യമായ രീതിയിലാണ് അടുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്സിന്റെ ഏതൊക്കെ തരമുണ്ട്, ദ ഡിഫറെന്റ് പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്. അങ്ങനെ എത്ര സ്ട്രക്ചറുകൾ സോളിഡ്സിന് ലഭിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ, ഏതൊക്കെ തരത്തിലാണ് സോളിഡ്സിൽ കാണുന്നത്, പാർട്ടിക്കിളുകൾ തമ്മിലുള്ള നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം, ഹൗ വി ക്യാൻ മോഡിഫൈ ദ പ്രോപ്പർട്ടീസ്. ഓക്കെ, അതിന് പല കാരണങ്ങളുണ്ടാവും. ഈ ഘടനയിലുള്ള ഘടനാപരമായിട്ടുള്ള വ്യത്യാസം, സ്ട്രക്ചറൽ ഇംപെർഫെക്ഷൻസ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് പദാർത്ഥങ്ങൾ വന്നിട്ട് ഇംപ്യൂരിറ്റീസ്, പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇവയുടെ ഘടനയെ ബാധിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ സോളിഡ്സ്, ലിക്വിഡ്സും ഗ്യാസസും, ഗ്യാസ് ലോസ് എന്ന് പറയുന്നതിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പൊതുവായിട്ടുള്ള സോളിഡ്സിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇത്തരം പദാർത്ഥങ്ങളുടെ അവസ്ഥകളുടെ പ്രത്യേകതകൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഗ്യാസസ് കണ്ടു, അതിനുശേഷം ലിക്വിഡ്സ് കണ്ടു. ഇപ്പൊ നമ്മൾ സോളിഡ്സ് വളരെ വിശദമായിട്ട് കാണാൻ പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരുവിധം ഫിസിക്കൽ സ്റ്റേറ്റ്സ്, 3 തരത്തിലുള്ള ഫിസിക്കൽ സ്റ്റേറ്റ്സിന്റെ പൊതുവായിട്ടുള്ള ഒരുവിധം എല്ലാ പഠനവും നമ്മൾ ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായിട്ട് നടത്തി കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സിന്റെയും പ്രത്യേകതകൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ അന്ന് പൊതുവായിട്ട് ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതാണ് നമ്മൾ ഈ പ്രാവശ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവയുടെ പൊതു സ്വഭാവങ്ങൾ എന്നത് നമുക്കറിയാം. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചില കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ്, മാറ്റർ കൊണ്ടാണ് അല്ലേ? പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഈ പദാർത്ഥങ്ങളുടെ വ്യത്യാസമാണ്, അവരുടെ നേച്ചർ ആൻഡ് ഇന്ററാക്ഷൻ ആണ് പ്രധാനമായിട്ടും ഈ പ്രത്യേക അവസ്ഥകളെ വേർതിരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് അവയ്ക്കുള്ള ചില ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
പൊതു സ്വഭാവങ്ങളാണ്. ഈ പദാർത്ഥങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആറ്റങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ തന്മാത്രകൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ അയോണുകൾ കൊണ്ടാവാം. അപ്പോൾ ഇവയൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. ഇങ്ങനെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയ ഈ അവസ്ഥകൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇവ എങ്ങനെയാണ് പിന്നെ സോളിഡ് ആയത്, ലിക്വിഡ് ആയത്, ഗ്യാസസ് ആയത്? ഇവ സോളിഡ് ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, അത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് ഏതായാലും ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആവുമ്പോഴാണ്. their intermolecular interactions are very strong. ഇങ്ങനെ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസിന്റെ ഈ സോളിഡ് ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്, ഇവ അവയുടെ പൊസിഷൻസിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണമാണ്. എന്നാൽ ലിക്വിഡിന്റെ കേസിൽ അത് കുറച്ചും കൂടി മൊബൈലാണ്, ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ കുറച്ച് കുറവാണ്, സോളിഡ്സിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ അവയുടെ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവയ്ക്ക് ഉണ്ടാവും, ലിക്വിഡ്സിന് ഉണ്ടാവും. ഗ്യാസുകളുടെ കേസിൽ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. ദേ ക്യാൻ ഫ്രീലി മൂവ് അബൌട്ട്, അവയ്ക്ക് നന്നായിട്ട് ഒഴുകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അവയെ വെച്ച സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. വളരെ വീക്കാണ് എന്നാണ് പറഞ്ഞത്, ഇല്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇങ്ങനത്തെ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സോളിഡ്സിന്റെ ഉള്ളിൽ, ഇൻസൈഡ് സോളിഡ്സ്, the intermolecular distances are short. Intermolecular distances വളരെ കുറവായിരിക്കും. കാരണം ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്. ഇന്ററാക്ഷൻ സ്ട്രോങ് ആവുമ്പോൾ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്, they come close to each other. So their intermolecular distances become short. ഇനി നമ്മളത് നേരെ ഗ്യാസിലേക്ക് പോയാൽ, ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ എ സോളിഡ് ആൻഡ് ഗ്യാസ്. ഒരു സോളിഡിന്റെയും ഗ്യാസിന്റെയും ഇടയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലിക്വിഡ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മൾ നേരെ ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാൽ the intermolecular distances are not much short. It is too large. അത്ര ചെറുതൊന്നുമല്ല, അത് വളരെ വലുതാണ്. കാരണം അവയുടെ ഇന്ററാക്ഷൻ വളരെ കുറവാണ്. അവയ്ക്ക് എത്രയും ദൂരത്തിൽ വേണമെങ്കിൽ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവ വളരെ വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് ഒഴുകാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ഇന്ററാക്ഷൻ വളരെ കുറവാണ്. ഇനി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവയ്ക്ക് പ്രത്യേക മാസ് എന്തായാലും ഒരു പദാർത്ഥമായതുകൊണ്ടുണ്ട്. അത് ഈ മൂന്ന് വസ്തുക്കൾക്കും ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് വസ്തുക്കൾക്കും അതിൻ്റെതായ മാസ് ഉണ്ട്. കാരണം മാറ്റർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയുന്ന ഡെഫിനേഷൻ എന്താ? ഹാവിങ് മാസ് ആൻഡ് സർട്ടൻ സ്പേസ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ വോള്യവും ഉണ്ട്. അപ്പൊ മാസിന്റെ കേസിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും മാസ് ഉണ്ട്. പക്ഷെ വോള്യത്തിന്റെ കേസിൽ ചെറിയൊരു വ്യത്യാസം വരും. അതെന്താണ്? സോളിഡും ലിക്വിഡും അതിന്റെ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്തതുകൊണ്ട്, ലിക്വിഡും അതെ വളരെ അധികം മൊബൈലൊന്നും അല്ല, ഒഴുകുന്നു എന്ന് തന്നെയുള്ളൂ. ഒഴുകുന്നതിനുള്ള ഒരു കഴിവ് ഗ്യാസിനോളമില്ല. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് രണ്ടിനും വോള്യം ഉണ്ട്. എന്നാൽ ഷേപ്പ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും. നിങ്ങൾ കാണുന്ന സോളിഡുകൾക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് തരം പോലെ മാറുന്നുമില്ല, അതിന് പ്രത്യേക ഷേപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ലിക്വിഡ്സിന്റെ കേസിലെ ഷേപ്പ് എന്താണ്? ലിക്വിഡ്സിന്റെ കേസിലെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഷേപ്പാണ് ലിക്വിഡിന്റെ കേസിൽ. നീളമുള്ള പാത്രത്തിലെടുത്താൽ അത് നീളത്തിലുള്ള ഷേപ്പ് ആയിരിക്കും, ഉരുണ്ട പാത്രത്തിലെടുത്താൽ അത് ഉരുണ്ട ഷേപ്പ് ആയിരിക്കും, അല്ലേ? അപ്പൊ ഷേപ്പിന്റെ കേസിൽ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് എന്ന് പറയാൻ വയ്യ. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്യാസസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ വ്യത്യാസം പറഞ്ഞു? ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോള്യം ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്യാസസിന്റെ കേസിൽ നമുക്കറിയാം അതിന് നമുക്ക് വേണമെങ്കിൽ അമർത്താൻ കഴിയും. ഇറ്റ് ഈസ് കംപ്രസിബിൾ ഇൻ നേച്ചർ. നമ്മളൊരു സൈക്കിൾ പമ്പിൽ നോക്കൂ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അത് അമർന്നു പോകും. അപ്പുറത്തെ നോസിൽ നമ്മൾ അടച്ചു പിടിച്ചാലും ഇതിന് കുറച്ചധികം അമരാൻ കഴിയും. ബിക്കോസ് ഇറ്റ് ഈസ് കംപ്രസിബിൾ. എന്തുകൊണ്ടാണ് കംപ്രസിബിൾ ആയത്? കംപ്രസിബിൾ ആവാനുള്ള കാരണം ഈ മോളിക്യൂൾസ് എല്ലാം വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ കൈനറ്റിക് തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മോളിക്യൂൾസ് എല്ലാം ധാരാളം സ്പേസ് ഉണ്ട് അവയുടെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ കം ക്ലോസ് ടു ഈച്ച് അതർ. ദേ ആർ കംപ്രസിബിൾ. എന്നാൽ സോളിഡ്സിന്റെ കേസിൽ അങ്ങനെ, ലിക്വിഡ്സിന്റെ കേസും കമ്പാരിറ്റീവ്ലി കംപ്രസിബിൾ ആണ്, കുറച്ച് കംപ്രസിബിൾ ആണ് കമ്പയർ ടു സോളിഡ്സ്. പക്ഷേ ഗ്യാസസ് ആണ് ഏറ്റവും കംപ്രസിബിൾ ആയിട്ടുള്ളത്. ലിക്വിഡ്സിന്റെ കേസിൽ അത് വളരെ വളരെ കുറവാണ്. സോളിഡ്സിന്റെ കേസിലോ ദേ ആർ ഇൻകംപ്രസിബിൾ. അതിനെ അമർത്താൻ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോളിഡിനെ അമർത്തി കുറച്ചും കൂടി ചെറുതാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്. കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ് സോളിഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളോട് കൂടിയ
കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനോട് കൂടിയ ഒരു വസ്തുവാണ് സോളിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ ആസ് വെൽ ആസ് വെരി റിജിഡ് ഇൻ നേച്ചർ. അപ്പോൾ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഏതാണ്ട് ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ദർ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻസ് ഇൻ ദർ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൽ അവയ്ക്കൊരു സ്ഥിരമായ സ്ഥാനമുണ്ട്. They can only oscillate about their mean positions. They cannot move about their mean positions, but cannot move throughout that structure. ആ സ്ട്രക്ചറിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ ആ വോള്യത്തിൽ മൊത്തമായിട്ട് അതിന് ഒഴുകി നടക്കാനോ മൂവ് ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. സോ യു ഡോണ്ട് ഫോർഗെറ്റ് ദീസ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ്സിനെ ഏതൊക്കെ തരത്തിലായി ക്ലാസിഫൈ ചെയ്യാം? How we can classify solids? Solids can be broadly classified into two. രണ്ടെണ്ണമായിട്ട് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് amorphous and the one is crystalline. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ആൻഡ് സോളിഡ് ഇറ്റ്സെൽഫ് ആർ ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഈസ് amorphous and crystalline. Crystalline or amorphous, അതിൽ സ്ഥാനത്തിന് പൊസിഷൻ ഇതൊന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല, ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാണെന്നില്ല. ഓക്കെ, ടു ടൈപ്സ് ആർ ദ crystalline and amorphous. And what is the basis of this classification? ഈ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്താണ്? ഈ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് it is based on the nature of order present in the arrangement of the constant particles. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്. ഈ വ്യത്യാസത്തിന് അമോർഫസും ക്രിസ്റ്റലൈനും എന്നുള്ള വ്യത്യാസത്തിന് വേണ്ടി നമ്മൾ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഈ സോളിഡ്സിൽ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ഞാൻ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നേരത്തെ വിശദീകരിച്ചു. എന്തായിരുന്നു? ഇത് ഏതുകൊണ്ടാണോ ഉണ്ടാക്കിയത് അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആറ്റംസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അയോണുകളാണെങ്കിൽ അത്, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണെങ്കിൽ അത്, അതിനെ തരം തിരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വേറെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാം. അതിനു മുമ്പ് എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് അമോർഫസ് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡിന്റെയും സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ക്രിസ്റ്റലൈൻ സോളിഡ്സിലുള്ള അറേഞ്ച്മെന്റ് വളരെ പക്കയാണ്, വളരെ കൃത്യമായ ഒരു അറേഞ്ച്മെന്റ് ആണ്. എന്നാൽ അമോർഫസിൽ അത് വളരെ റാൻഡം ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, a crystalline solid usually consists of a large number of small crystals and each of them having a definite characteristic geometrical shape. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മൾ ഒരു വലിയൊരു സോളിഡ് ഉണ്ടാക്കിയത് തന്നെ ചെറിയ 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 ക്രിസ്റ്റൽ കൊണ്ടാണ് എന്ന് പറയാം. അതിൽ ഓരോന്നിനും പ്രത്യേകം ജിയോമെട്രിക്കൽ ഷേപ്പും, ക്രിസ്റ്റലിന് മൊത്തമായിട്ടുള്ള ഷേപ്പ് അല്ല, അതിന്റെ ചെറിയ ചെറിയ ക്രിസ്റ്റൽ യൂണിറ്റുകൾക്ക് വരെ ചെറിയ ചെറിയ ഷേപ്പുകൾ. ക്രിസ്റ്റൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വളരെ കൃത്യമായ അറേഞ്ച്മെന്റിലാണ്. ഓർഡേർഡ് അറേഞ്ച്മെന്റ്, വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ്, വളരെ കൃത്യമായ അറേഞ്ച്മെന്റിലാണ് ഇതിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അത് മാത്രവുമല്ല, ഈ അറേഞ്ച്മെന്റ് ഒരു ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. ഇറ്റ് ഹാസ് ലോങ് റേഞ്ച് ഓർഡർ, വിച്ച് മീൻസ് ദാറ്റ് ദർ ഈസ് എ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് റിപ്പീറ്റ്സ് പീരിയോഡിക്കലി ഓവർ ദ എൻറ്റയർ ക്രിസ്റ്റൽ. അതായത് ആ അറേഞ്ച്മെന്റ് ആ ക്രിസ്റ്റലിന്റെ അകത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ. അതാണ് ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വെട്ടുകല്ലൊക്കെ അട്ടിയായിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോറിയിൽ നിന്ന് അട്ടിയായിട്ട് എടുത്ത് താഴെ വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? കല്ലുകൾ കൃത്യമായ രൂപത്തിൽ അവർ അട്ടിയിടും, കൃത്യമായിട്ടൊരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. വെറുതെ കുറെ സാധനങ്ങൾ ഒന്നിച്ചും കൂട്ടിയിട്ടാലോ അവിടെ പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം അറേഞ്ച്മെന്റുകളെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ എല്ലായിടത്തും ഒരേപോലത്തെ അറേഞ്ച്മെന്റ്. അത് ക്രിസ്റ്റലിൽ, സോളിഡ്സിൽ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എക്സാമ്പിൾ പറയുകയാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഒരു എക്സാമ്പിൾ ആണ്. NaCl ഈസ് ആൻ എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ക്വാർട്സ് ഈസ് ആൻ എക്സാമ്പിൾ. ക്വാർട്സ് അല്ലെങ്കിൽ ഡയമണ്ട്, ഇതെല്ലാം നമുക്ക് ധാരാളം എക്സാമ്പിളുകളിൽ ചില എക്സാമ്പിളുകളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്താ അതിൽ വ്യത്യാസം വേറെ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇവയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പ് കാണും. കാരണം ഈ അറേഞ്ച്മെന്റ് ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് ദിസ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ്, കൃത്യമായ ഷേപ്പുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇവയാണ് നമ്മൾ ശരിക്കും ട്രൂ സോളിഡ്സ് എന്ന് തന്നെ വിളിക്കുന്നത്. ദീസ് ആർ ആക്ച്വലി സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് നമ്മൾ സോളിഡ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ. മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് കൃത്യമായ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ഇവയെ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ
ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, ഒരു പോയിന്റിൽ അത് അങ്ങോട്ട് മെൽറ്റ് ചെയ്യും. സോ ഈച്ച് ആൻഡ് എവറി സോളിഡ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഓൺ മെൽറ്റിംഗ് പോയിന്റ്സ്. നമുക്ക് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാം അല്ലെങ്കിൽ പറയാൻ പറ്റും, അവയുടെ സ്വഭാവം പറയാം. സോ ഹാവിങ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ കൃത്യമായിട്ട്, അതേപോലെ തന്നെ ഇവയുടെ ചില സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് അവയുടെ ചില ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പറയുകയാണ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലത്തെ സ്വഭാവങ്ങൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വഭാവങ്ങൾ എല്ലാ ദിശയിലും ഒരുപോലെയല്ല. എല്ലാ ദിശയിലും ഒരുപോലെയല്ല. ഇങ്ങനെ എല്ലാ ദിശയിലും ഒരുപോലെ അല്ലാത്ത സ്വഭാവങ്ങൾ പറയുന്നതിനെ നമ്മൾ അനൈസോട്രോപ്പി ഓഫ് ക്രിസ്റ്റൽസ് എന്ന് പറയും. അനൈസോട്രോപ്പി ഓഫ് ക്രിസ്റ്റൽസ്. എന്താണ് സോളിഡ്സിന്റെ ഇത്തരം സ്വഭാവങ്ങൾ എന്ന് നോക്കാം. Some of their physical properties like electrical resistance or refractive index show some values when measured along different directions. If these values are different in different directions, it is anisotropic. It is anisotropic. എന്താണ് അനൈസോട്രോപിക്? ഈ അനൈസോട്രോപിക് സാധാരണ കാണിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ. എന്താണ് അനൈസോട്രോപി? അനൈസോട്രോപ്പി എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തില് ഇത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അറേഞ്ച്മെന്റ്, കാരണം ഇതിൽ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ്. ഈ അറേഞ്ച്മെന്റിൽ നമുക്ക് കുറച്ച് ബിഗർ ആയിട്ടുള്ള അയോൺസ് നമുക്ക് കാണാം, ചെറിയ ഷോർട്ടർ ആയിട്ടുള്ള അയോൺസ് നമുക്ക് കാണാം. ഇവയുടെ ഒരു റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റും ഈ ക്രിസ്റ്റലിൽ ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ എ ടു ബി ഒരു ലൈൻ വരച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എ ടു ബി ഒരു ലൈൻ വരച്ചതായിട്ട്. ഈ എ ടു ബി ലൈൻ കടന്നു പോകുന്നത് ഒരേ പാറ്റേണിലുള്ള പാർട്ടിക്കിൾസിന്റെ അടുത്ത് കൂടെയാണ്. ദാറ്റ് പർട്ടിക്കുലർ ലൈൻ ദാറ്റ് ഗോസ് അലോങ് എ പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ്. മനസ്സിലായില്ല? അതായത് ആ ദിശയിലുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെഷർമെന്റുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. എന്നാൽ അതേ പ്രോപ്പർട്ടിയെ നമ്മൾ സി ഡി എന്ന് പറയുന്ന ലൈനിലൂടെ കടന്നു പോകുന്ന ആ ദിശയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്കിലോ, സി ഡി എന്ന് പറയുന്ന ദിശയിലും ഒരു മെഷർമെന്റ് വരുന്നുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ ഒരു മെഷർമെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ മെഷർമെന്റ് ഉള്ള ദിശയിലാണെങ്കിൽ ഇറ്റ് പാസസ് ത്രൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് അലോങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്. ഒരേ പാറ്റേൺ പാർട്ടിക്കിൾസ് അല്ല അവിടെ ഉള്ളത്. That particular direction having a different type of pattern, I mean different types of particles arranged in that particular level. ആ ലെവലിൽ ഒരു പ്രത്യേക അറേഞ്ച്മെന്റിലാണ് ആ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ when measured along different directions in the same crystals or in ഒരേ ക്രിസ്റ്റലിൽ തന്നെ, ഇത് നമ്മൾ we are not measuring this in different crystals, we are measuring this in same crystal but different directions. But in each of these directions this having different values because these properties that goes through different types of arrangements. വ്യത്യസ്ത ടൈപ്പ് അറേഞ്ച്മെന്റിലൂടെയാണ് ഈ പ്രോപ്പർട്ടികൾ കടന്നു പോകുന്നത്. As I told you, along AB direction, that particular property is going through a particular type of arrangement. But from C to D, it is different because it covers different types of constant particles. വ്യത്യസ്ത കോൺസ്റ്റന്റ് പാർട്ടിക്കിളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. So their properties are different. And this occur in the case of ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് ഈ ഒരു പ്രത്യേകത കാണുന്നത്. കാരണം അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ ഫിക്സ്ഡ് ആണ്, റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ്. അത് ഈ അടുത്ത് കൊടുത്തിരിക്കുന്ന ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ? ഇതിന്റെ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് വളരെ കൃത്യമാണ്. വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ ആ പാറ്റേൺ വളരെ കൃത്യമാണ്. എന്നാൽ അമോർഫസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമോർഫസിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അത് വളരെ ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് ദിശയിലൂടെ കടന്നു പോയാലും നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റിന് വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇന്ന അറേഞ്ച്മെന്റിലൂടെയാണ് കടന്നു പോയത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടീസ് ആർ ആൾമോസ്റ്റ് സെയിം. ഏതാണ്ട് ഒരേ മെഷർമെന്റ് ആയിരിക്കും. ദീസ് മെഷർമെന്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആർ ആൾമോസ്റ്റ് സെയിം. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഐസോട്രോപിക്. അത്തരം കേസുകളിൽ അവയെ നമ്മൾ എന്താണ് പറയുന്നത്? അത്തരം കേസുകളിൽ നമ്മൾ അവയെ ഐസോട്രോപിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റലൈൻ ആണെങ്കിൽ അവയെ നമ്മൾ എന്താണ് പറയുക? ക്രിസ്റ്റലൈൻ ആണെങ്കിൽ അവയെ നമ്മൾ അനൈസോട്രോപിക് എന്നാണ് പറയുക. അനൈസോട്രോപിക് എന്നാണ് പറയുക. സോ ക്രിസ്റ്റലൈൻ ആർ അനൈസോട്രോപിക്, അമോർഫസ് ആർ ഐസോട്രോപിക്. ഇനി ഇതേ കാര്യങ്ങൾ നമ്മൾ അമോർഫസിലേക്ക് പോയാൽ എന്താണ് കാണുന്നത് നോക്കാം. അമോർഫസിലേക്ക് പോയാൽ നമ്മൾ പറഞ്ഞു ഒരു ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വിസിബിൾ ആണ്. എന്താ ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇങ്ങോട്ട് നോക്കൂ, ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡിൽ നമ്മൾ ഈ അറേഞ്ച്മെന്റ് വളരെ പക്ക ഡീസെന്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഒരേ ടൈപ്പ് അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇറ്റ് ഈസ് ലോങ് റേഞ്ച്. എവിടെയെങ്കിലും ഒരു ഡിസോർഡർ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഫീൽ ചെയ്യും.
എന്നാൽ അമോർഫസ് സോളിഡിൽ അങ്ങനെയല്ല. അമോർഫസ് സോളിഡിൽ നമുക്ക് ഷോർട്ട് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് കാണാൻ കഴിയും. ഇപ്പൊ നമുക്ക് ഇത് രണ്ടെണ്ണം ഷോർട്ട് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിട്ട് കാണാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ഷോർട്ട് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് എല്ലായിടത്തും ആ ക്രിസ്റ്റലിന്റെ എല്ലായിടത്തും അത് ബാധകമാവില്ല. എല്ലായിടത്തും അത് ബാധകമാവില്ല. ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു എ ഷോർട്ട് റേഞ്ച്. ഒരു ഷോർട്ട് റേഞ്ചിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ലോങ് റേഞ്ചിലേക്ക് എന്തായിട്ടുണ്ടാവില്ല, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. In such an arrangement, a regular and periodically repeating pattern is observed over short distances only, not long distances. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ സ്കൂളൊക്കെ വിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ, കുട്ടികൾ സ്കൂൾ വിട്ടു ലോങ് ബെൽ അടിച്ച് പോവുക. ഇനി നമ്മൾ അപ്സ്റ്റെയറിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ, ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ കുറേ കുട്ടികൾ ഒന്നിച്ച് അങ്ങനെ പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് പൊതുവെ നോക്കിയാൽ അതിനൊരു പാറ്റേൺ ഉണ്ടാവില്ല. ദർ ഇസ് നോ റെഗുലർ പാറ്റേൺ ഓഫ് മൂവ്മെന്റ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 5 അല്ലെങ്കിൽ 5 6 കുട്ടികൾ നിരയായിട്ട് അല്ലെങ്കിൽ വരിയായിട്ട്, ഒരു പക്ഷെ അവർ പോലും അറിയുന്നുണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഭാഗത്ത് നമുക്കൊരു ഷോർട്ട് റേഞ്ച് ഓർഡർ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ലോങ് റേഞ്ച് ഓർഡറിൽ കാണുന്നുണ്ടോ? കാണുന്നില്ല. എന്നാൽ നമ്മൾ ഒരു പട്ടാളക്കാർ മാർച്ച് പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ ഏത് ആംഗിളിൽ നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഓർഡർ അറേഞ്ച്മെന്റ് കാണാൻ കഴിയും. ആ അറേഞ്ച്മെന്റ് എല്ലാം ഒരേപോലെ ആയിരിക്കുകയും ചെയ്യും. ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ആ പ്ലാറ്റൂണിന്റെ എല്ലാ ഭാഗത്തും അത് ഒരേ രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സ്കൂൾ വിട്ട് പോകുന്ന പോലെ അങ്ങനെയല്ല. സ്കൂൾ വിട്ട് പോകുന്ന പോലെയാണോ പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോകുന്നത്? എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. പട്ടാളക്കാരുടെ മാർച്ച്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. പട്ടാളക്കാരാവണമെന്നില്ല, പോലീസുകാരായാലും സ്കൗട്ടിന്റെ ആൾക്കാരായാലും അല്ലെ SPCയുടെ ഒക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ആ അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലൊരു ഓർഡർ കൃത്യമായിട്ട് ആ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് നമുക്ക് ആ ഓർഡർ ഫീൽ ചെയ്യും. എന്നാൽ ഈ സ്കൂൾ വിട്ട് പോകുന്ന പോലത്തെ അല്ലെങ്കിൽ സമ്മേളനം കഴിഞ്ഞ് പോകുന്ന പോലത്തെ ഒക്കെ വളരെ പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ് ഒന്നുമില്ല, സ്കാറ്റർ ചെയ്ത് പോകുന്ന രൂപത്തിലാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, റാൻഡം അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആണ് പറയുക, റാൻഡം അറേഞ്ച്മെന്റ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അറേഞ്ച്മെന്റ്, ഷോർട്ട് റേഞ്ച് അറേഞ്ച്മെന്റ് നമുക്ക് കാണാനും സാധിക്കും. ഇതാണ് അമോർഫസിന്റെ പ്രത്യേകത. ദീസ് ആർ കാറ്റഗറൈസ്ഡ് ആസ് അമോർഫസ് സോളിഡ്സ്. ഷോർട്ട് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ്സ് സാധാരണ ദേ ആർ സ്കാറ്റേർഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ അറേഞ്ച്മെന്റ് ഈസ് ഡിസോർഡേർഡ്. ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിവിടെ കൊടുത്ത എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പെർഫെക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ അതിൽ ഇറഗുലർ ഓർഡേർഡ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കോഡ്സ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ തന്നെ കോഡ്സിന് 2 തരത്തിൽ, ക്രിസ്റ്റലൈൻ കോഡ്സ് ആയിട്ടും അമോർഫസ് കോഡ്സ് ഗ്ലാസ് ആയിട്ടും നമുക്ക് പറയാം. കോഡ്സ് ഗ്ലാസ് ഈസ് അമോർഫസ്, റബ്ബർ ഈസ് അമോർഫസ്, പ്ലാസ്റ്റിക്സ് ആർ അമോർഫസ്. ഇതൊക്കെ നമുക്ക് അമോർഫസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. Rubber is an example of amorphous. Plastics are examples of amorphous. Glass, ordinary glass, example of amorphous. ഇങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവയുടെ അറേഞ്ച്മെന്റ് ശ്രദ്ധിച്ചാൽ കോഡ്സ് ആണെങ്കിൽ, ക്രിസ്റ്റലൈൻ കോഡ്സ് ആണെങ്കിൽ there is a regular pattern of arrangement of these constant particles. But in the case of amorphous glass, its arrangement is irregular in nature. Its arrangement is irregular in nature and there is no long range ordered arrangement. Hence, this having no definite shape, they having irregular shape. But crystalline solids having definite shape. Okay. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞത് ഓർത്തിരിക്കുക. Right. So due to the difference in the arrangement of these constant particles, they differ in their properties also. ഇതുകൊണ്ട് തന്നെ ഇവയുടെ പ്രോപ്പർട്ടികൾ ഡിഫറെന്റ് ആണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിലൊരു കേസാണ് നമ്മൾ അനൈസോട്രോപ്പിയും ഐസോട്രോപ്പിയും വെച്ച് പറഞ്ഞത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്, whereas amorphous solids are isotropic in nature. Amorphous solids എന്താണ്? Isotropic. Amorphous solids are isotropic because there is no long range ordered arrangement in them. Arrangement is irregular along all the directions. എല്ലാ ദിശയിലും arrangement എന്താണ്? Irregular ആണ്, regular അല്ല. Therefore, what happened? This having the isotropic property. The value of any physical property would be same along any length, any direction. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഏത് ദിശയിലും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് അവയെ ഐസോട്രോപിക് എന്ന് പറയുന്നത്. ദേ ആർ ജസ്റ്റ് ലൈക്ക് ലിക്വിഡ്സ് പോലെയാണ് അവയുടെ സ്വഭാവം കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണും. പക്ഷേ അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ അതിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. Amorphous solids often
soften over a range of temperature. സാധാരണഗതിയിൽ അവ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആവുകയാണ് ചെയ്യുക. പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ചെയ്യല്ല. ദേ സോഫ്റ്റൺ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ബി മോൾഡഡ് ആൻഡ് ബ്ലോൺ ഇൻ ടു വേരിയസ് ഷേപ്സ്. അതുകൊണ്ട് അവയെ നമുക്ക് പ്രത്യേക ഷേപ്പുകളിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും പെട്ടെന്ന്. കാരണം ആ സമയത്ത് അവ അങ്ങനെ ഒരുക്കി വരികയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടോ എന്നറിയില്ല. ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഈ കുപ്പി വള കൊണ്ടൊക്കെ, പ്ലാസ്റ്റിക് വളയല്ല, പ്ലാസ്റ്റിക് വളയും ചെയ്യും, കുപ്പി വള കൊണ്ടൊക്കെ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കും. നമ്മൾ മാല ഉണ്ടാക്കുമായിരുന്നു പൊട്ടിയ വള കൊണ്ട്. പൊട്ടിയ വള നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ചൂട് കൊടുത്തിട്ട് അത് ബെൻഡ് ചെയ്തിട്ട് ഒരു ഷേപ്പിലേക്ക് മാറ്റും. ബിക്കോസ് ഇറ്റ് ക്യാൻ, അത് വീണ്ടും നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും കഴിയും. ബിക്കോസ് ദേ സോഫ്റ്റൺ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അവ ഉരുകല്ല ചെയ്യുക, അവ സോഫ്റ്റായി വരിക ചെയ്യുക. ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒരു പ്രത്യേക ടെമ്പറേച്ചർ അല്ല, ഒരു റേഞ്ചിലാണ് അത് ചെയ്യുക. സോ ദർ ഇസ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ദേ ഗ്രാജുവലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സോ ദേ ക്യാൻ ബി മോൾഡഡ്. അതുകൊണ്ടാണ് അവയെ മോൾഡ് ചെയ്തെടുക്കാം എന്ന് പറയുന്നത്. പെട്ടെന്ന് ലിക്വിഡ് ആയി പോവില്ല. ഓക്കെ, ഓൺ ഹീറ്റിംഗ് ദേ ബിക്കം ക്രിസ്റ്റലൈൻ അറ്റ് സം ടെമ്പറേച്ചർ. അതൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കണം. ചിലപ്പോൾ ചൂടാക്കി തണുപ്പിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവ ക്രിസ്റ്റലൈൻ ആയി മാറിയിട്ടുണ്ടാവാൻ സാധ്യത. ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും ഇല്ല. അത് മൊത്തമായിട്ട് ക്രിസ്റ്റലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഴയ കാലത്തുള്ള വളരെ പണ്ടുള്ള ചില സിവിലൈസേഷൻ, ആൻഷ്യൻ സിവിലൈസേഷൻ എന്നൊക്കെ കണ്ടെടുത്ത ചില ഗ്ലാസ് അപ്പാരറ്റസുകളിലൊക്കെ ഇതേപോലെ ചില പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. where they were found to become milky in appearance because of some crystallization. ചില ക്രിസ്റ്റലൈസേഷൻ കൊണ്ട് ചില ഭാഗങ്ങൾ ഒരു മിൽക്കി സ്വഭാവമായിട്ട് ചില ഗ്ലാസ് അപ്പാരറ്റസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്റ്റലൈൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ മൊത്തമായിട്ടല്ല, അവ ചൂടാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ക്രിസ്റ്റലൈൻ ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ പറയാവുന്ന വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവയെ നമ്മൾ, അതായത് അമോർഫസ് സോളിഡ്സിനെ നമ്മൾ യഥാർത്ഥ സോളിഡ് ആയിട്ട് കണക്കാക്കുന്നില്ല. They are considered as pseudo solids, false solids. Pseudo എന്ന് പറഞ്ഞാൽ false. ക്രിസ്റ്റലൈൻ ആണ് ട്രൂ സോളിഡ്സ് ആയിട്ട് നമ്മൾ പറയാം. യഥാർത്ഥ സോളിഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ എന്ന് വിചാരിച്ച അമോർഫസ് സോളിഡ് അല്ല എന്നല്ല. They are known as pseudo solids and they are also known as super cooled liquids. അവയ്ക്ക് ബന്ധം കൂടുതലായിട്ടുള്ളത് ലിക്വിഡുമായിട്ടാണ്. They are more related to liquids than solids. They are super cooled liquids. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. The glass panes fixed to windows or doors of old buildings are found to be slightly thicker at the bottom than at the top. ഈ പഴയ ബിൽഡിങ്ങുകൾ, വളരെ പഴയ അതേപോലത്തെ ബിൽഡിംഗ്, നൂറ്റാണ്ടുകളൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബിൽഡിംഗ് ഒക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ആവേശത്തിൽ പറയാറുണ്ടല്ലോ. അങ്ങനെ പഴയ ബിൽഡിങ്ങുകളുടെ ചില ഗ്ലാസ് പാനലുകളൊക്കെ പരിശോധിച്ചാൽ അതിന്റെ താഴ്ഭാഗം കുറച്ചധികം കനം കൂടിയതായിട്ട് കാണാൻ പറ്റും മുകൾ ഭാഗത്തിനെ അപേക്ഷിച്ച്. അതിന് കാരണം ഇതാണ്, അവയ്ക്ക് ചെറിയ ഒരു ഒഴുകുന്ന സ്വഭാവമുണ്ട്. അവ താഴോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചെറുതായിട്ട് ഒഴുകും എന്ന് പറയുന്നു. അതിന്റെ കാരണം ഈ അറേഞ്ച്മെന്റും ഇന്ററാക്ഷനും ഒക്കെ വീക്ക് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവയെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ലിക്വിഡ്സ് ആണല്ലോ ഒഴുകുക, അതിനെ അങ്ങ് തണുപ്പിച്ച് സൂപ്പർ കൂൾ ചെയ്ത് സോളിഡ് ആക്കി മാറ്റിയ എന്നുള്ള മീനിങ്ങിലാണ് അവയെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതിന്റെ താഴ്ഭാഗം കുറച്ച് കട്ടി കൂടിയതായി? ബിക്കോസ് ദ ഗ്ലാസ് ഫ്ലോസ് ഡൗൺ very slowly and make the bottom portion slightly thicker. അതാണ് അടിഭാഗം കുറച്ച് കൂടുതൽ കനമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ their heat of fusion, they having definite heat of fusion because they having a sharp melting point, so its heat of fusion is also definite. പക്ഷേ അമോർഫസിന്റെ കേസിൽ അങ്ങനെയല്ല. ക്രിസ്റ്റലൈൻ മാത്രമാണ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉള്ളത്. അമോർഫസിന്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് ഡെഫിനിറ്റ്. It is not definite in nature. അപ്പോൾ പൊതുവായിട്ടുള്ള ഡിഫറൻസസ് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈനിൽ ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്, ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. അമോർഫസിൽ ഇറഗുലർ ഷേപ്പ് ആണ്, ഷോർട്ട് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ പറയാൻ വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട്, അതും കൂടി പറയാം. ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയും, മുറിയുന്നത്. നമ്മൾ മുറിക്കുകയാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് മുറിക്കുകയാണെങ്കിൽ when cut with a sharp edged tool they split into two pieces and the newly generated surfaces are plain and smooth in the case of crystalline solids. നമ്മൾ ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് മുറിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന രണ്ട് മുറിഭാഗങ്ങൾ, ന്യൂലി ജനറേറ്റഡ് സർഫസസ്, മുറിഭാഗങ്ങളുടെ ആ സർഫസസ് വളരെ പ്ലെയിൻ ആയിരിക്കും, വളരെ സ്മൂത്ത് ആയിരിക്കും. പക്ഷേ അമോർഫസിന്റെ കേസിൽ അങ്ങനെയല്ല. അമോർഫസിന്റെ കേസിൽ നമ്മൾ അങ്ങനെ മുറിക്കുകയാണെങ്കിൽ വളരെ ഇറഗുലർ സർഫസ് ആണ് നമുക്ക് കിട്ടുക, ഇറഗുലർ എഡ്ജസ് വെൻ കട്ട്.
വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്രിസ്റ്റലൈൻ, ഫ്ലാറ്റ് ഷേപ്പ് എഡ്ജസ് വെൻ കട്ട്. അപ്പൊ ഇത് അവ തമ്മിലുള്ള കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലീവേജ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വളരെ ഡെഫിനിറ്റ് ആണ് ക്രിസ്റ്റലൈനിന്, എന്നാൽ അമോർഫസിന് അത് വളരെ ഡെഫിനിറ്റ് അല്ല, കൃത്യമല്ല. അമോർഫസ് ആണ്. സോളിഡ്സ് എന്ന് പറയുന്നത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉള്ളത് ഈ സോളിഡ്സിനാണ്, ട്രൂ സോളിഡ്സ്. എന്നാൽ അമോർഫസ് എന്ന് പറയുന്ന സ്യൂഡോ സോളിഡ്സ് ആണ്, സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. അവയ്ക്ക് എന്താണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള. പിന്നെ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് അനൈസോട്രോപിക് ആണ്, അമോർഫസ് എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഇവയുടെ വ്യത്യാസമായിട്ട് പഠിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം അമോർഫസ് ഒരു വേണ്ടാത്ത സാധനമാണ്, ഒരു യൂസ്ലെസ് മെറ്റീരിയൽ ആണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാലോ, ടയർ, ഞാൻ നേരത്തെ പറഞ്ഞു, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ടയർ. അതിന് പകരം നമ്മള് ചക്രം കണ്ടുപിടിച്ച കാലത്ത് നമുക്ക് സോളിഡ് ആയിട്ടുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള ചക്രങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇല്ലേ? നമ്മൾ തന്നെ ഇപ്പോഴും നമുക്കറിയില്ലേ, കാളവണ്ടികൾ പോലത്തെ, കുതിരവണ്ടികൾ പോലത്തെ വണ്ടികൾ, തേരുകൾ പോലത്തെ സാധനങ്ങളൊക്കെ. ഇപ്പൊ കുതിരവണ്ടിയും കാളവണ്ടിയും നമ്മൾ എവിടെയാ കാണാൻ അറിയില്ല. ആദ്യകാലങ്ങളിലൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ നാട്ടിൽ കാളവണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ അങ്ങനെ കാണാം. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്ന വണ്ടിയെ കുറിച്ചല്ല, അതിന്റെ ചക്രങ്ങൾ ഇരുമ്പിന്റെ ചക്രങ്ങളൊക്കെ ആയിരുന്നു. മനസ്സിലായോ? സോളിഡ്, വളരെ റിജിഡ് ആയിട്ട്. എന്താ പിന്നെ നമ്മൾ റബ്ബറിലേക്ക് മാറ്റിയത്? റബ്ബറാണ് കൂടുതൽ അക്കാര്യത്തിൽ ഉപയോഗം കൂടുതലുള്ള, ഉപയോഗപ്രദമായിട്ടുള്ള സാധനം റബ്ബറാണ്. നമുക്ക് അതിനെ ബ്രേക്ക് വെച്ച് നിർത്താൻ എളുപ്പമാണ്, ഫ്രിക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ് എന്ന് വിചാരിക്കരുത്. ദീസ് ആർ യൂസ്ഫുൾ മെറ്റീരിയൽസ്. ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അമോർഫസ് അല്ലേ. റബ്ബർ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? പ്ലാസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ നമ്മളെ നിത്യജീവിതത്തിൽ ഈ സാധനങ്ങളൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ട്രൂ സോളിഡ്സ് ആണ് എന്നുള്ളതുകൊണ്ട് ക്രിസ്റ്റലൈൻ ആണ് പെർഫെക്റ്റ് എന്നില്ല, അങ്ങനെയൊന്നുമില്ല. ദീസ് ആർ ആൾസോ യൂസ്ഫുൾ. ഓക്കെ. Amorphous silicon is one of the best photovoltaic material available for conservation of sunlight into energy. ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. ഇത് amorphous silicon. സ്പെസിഫിക് ആയിട്ട് ടെക്സ്റ്റിൽ എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട് പരീക്ഷയ്ക്ക്. സോ amorphous silicon is one of the best photovoltaic material available for conservation of sunlight into electricity. സൂര്യപ്രകാശത്തെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാവുന്ന ഒരു ഫോട്ടോ വോൾട്ടേക് സെല്ലിന് ഒരു അമോർഫസ് സിലിക്കൺ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മളെ ഒരു. അപ്പൊ അമോർഫസ് മെറ്റീരിയലിന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മളിപ്പം പറഞ്ഞതാണ്. വളരെ കോമൺ അല്ലാത്തൊരു എക്സാമ്പിൾ. ടെക്സ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് വൈ ആർ സോളിഡ്സ് റിജിഡ്? എന്തുകൊണ്ടാണ് സോളിഡ്സ് റിജിഡ് ആയത്? റിജിഡ് ആയത് ലോങ് റേഞ്ച് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ്, ഇതെല്ലാം അതിന് റിജിഡിറ്റിക്ക് കാരണമാണ്. ഇതെല്ലാം കൂടി പറയാം. ഓക്കെ. അപ്പൊ എന്താ ഈ പറഞ്ഞ 3 പ്രോപ്പർട്ടി പറഞ്ഞാൽ മതി. The constant particles are arranged in long range ordered arrangement. The intermolecular interaction is very strong and intermolecular distance is very short. That is why they are rigid. Why do solids have a definite volume? സോളിഡ്സിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവാൻ കാരണം എന്താ? അവയ്ക്ക് വോളിയം വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഇറഗുലർ അറേഞ്ച്മെന്റ് അല്ല, മൊബിലിറ്റി അല്ല ഉള്ളത്. ഓക്കെ. They are not mobile in nature. They can oscillate in their mean positions, but they are not mobile. If they are mobile, they don't have definite volume like gases. But these having definite volume because these constant particles are well ordered, arranged inside the crystal structure, solid structure. Solid as well, crystal as well as amorphous structure. These are strongly interacted. ഇതെല്ലാം strongly interacted ആണ്. അപ്പോൾ വോളിയം എന്തായാലും ഡെഫിനിറ്റ് ആണ്. അപ്പൊ എന്താണ് why do solids have a definite volume? The constant particles in solids are strongly interacted, having certain position in its shape, so having definite volume. ഇനി ക്ലാസിഫിക്കേഷൻ ആണ്. Classify the following as amorphous crystalline. Polyurethane, അത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. Naphthalene, benzoic acid, Teflon, it is a plastic. Potassium nitrate, cellophane is a plastic. Polyvinyl chloride is a plastic. Fiberglass, copper. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്ട് ഒരു ധാരണ കിട്ടിയില്ലേ? സോളിഡ്സും ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സും, പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്, റബ്ബർ എക്സെട്ര ആർ amorphous. Okay, sodium chloride like salts or metals. Okay, these are all crystalline. അപ്പോൾ നമ്മൾ polyurethane, it is amorphous. Naphthalene നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടില്ലേ? ഏത്? 2 ബെൻസീൻ റിംഗ് വെച്ചിട്ടുള്ള
aromatic ആയിട്ടുള്ള. It is crystalline, having well-ordered arrangement of these constant particles in its structure. Benzoic acid is crystalline. Teflon, amorphous. Potassium nitrate, crystalline. Cellophane, amorphous. Polyvinyl chloride, amorphous. Fiberglass, amorphous. Copper. Copper എന്ന് പറയുന്നത് കോപ്പർ എന്ന് പറയുന്ന മെറ്റലിനെ സൂചിപ്പിച്ചുകൊണ്ടല്ല, ലോഹങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് വിചാരിക്കുക. It is crystalline, having crystalline structure, metallic structure. Glass is considered as a super cooled liquid. Why? Glass ഒരു super cooled liquid ആയിട്ട് കണക്കാക്കുന്നു എന്തുകൊണ്ട്? Glass is amorphous. Amorphous are pseudo solids. They having ability to flow. In old buildings, the window panes are thicker at bottom and bottom than the upper part. It is because it can flow. Though it is very slow, but it can flow. That is why it is known as super cooled liquids. Refractive index of a solid is observed to have the same value along all directions. Refractive index, ഒരു സോളിഡിന്റെ refractive index എല്ലാ ദിശയിലും ഒരേ വാല്യൂ ആണ് എങ്കിൽ കമന്റ് ദ നേച്ചർ ഓഫ് ദി സോളിഡ്. ഈ നേച്ചർ എന്താണ്? ദിസ് ഈസ് ഐസോട്രോപിക്. Isotropic. What is isotropic? That is the physical property of a solid is same along all directions. ഏത് തരം സോളിഡ്സ് ആണ് ഐസോട്രോപിക് ആവുന്നത്? ഐസോട്രോപിക് ആവുന്ന സോളിഡ്സ് എന്ന് പറയുന്നത് amorphous ആണ്. So what type of this solid? It is an amorphous solid. Then would it show cleavage property? Cleavage property കാണിക്കുന്നുണ്ടോ? എന്ത് തരം cleavage property ആണ് കാണിക്കുന്നത്? When cut with a sharp edged tool, they cut into two pieces. In the case of crystalline and amorphous, they cut into two pieces. But in the case of amorphous, these having irregular surfaces. Amorphous having irregular surfaces, but crystalline having smooth surfaces. Crystalline smooth surfaces ആണെങ്കിൽ ഇതിന് amorphous irregular surfaces.